ജസ്നോ തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, കേസ് മെയ് 5 കോടതി വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. തുടരന്വേഷണത്തിന് CBI തയ്യാറായിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അനന്യ, തീർച്ചയായും കോടതിയിൽ CBI ഇപ്പോൾ ഒരു കൃത്യമായ നിലപാട് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടങ്ങളിൽ എല്ലാം അച്ഛന്റെ പുതിയ ആരോപണങ്ങൾ തള്ളിയായിരുന്നു CBI ഉദ്യോഗസ്ഥർ നേരിട്ട് കോടതിയിൽ ഹാജരായി തന്നെ രംഗത്തെത്തിയത്. നേരത്തെ അച്ഛൻ പുതിയ ആരോപണമായി ഉന്നയിച്ചിരുന്നത് ജസ്നയുടെ വസ്ത്രങ്ങളിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. ഇത് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഒപ്പം തന്നെ ജസ്ന ഗർഭിണിയാണോ എന്ന സംശയമുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ആരോപണമായി ഉന്നയിച്ചിരുന്നു. അതിനൊപ്പം ജസ്നയുടെ അജ്ഞാതനായ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങളിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ തന്റെ കയ്യിൽ ചില തെളിവുകളുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കോടതിയിൽ അച്ഛൻ നേരിട്ട് ഹാജരായി ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ CBI വ്യക്തമാക്കിയത് നേരത്തെ അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ നിന്നോ അന്വേഷണ രേഖകളിൽ നിന്നോ ഈ ജസ്നയുടെ വസ്ത്രത്തിൽ രക്തം പുരണ്ടതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം ജസ്ന ഗർഭിണി ആണെന്ന കാര്യം പരിശോധനയിൽ വ്യക്തമായിട്ടില്ല എന്നുമായിരുന്നു കോടതിയിൽ CBI തന്നെ വ്യക്തമാക്കിയത്. അത്തരത്തിൽ അച്ഛന്റെ നിലപാടുകൾ തള്ളിയ CBI ആണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് പരിഗണിച്ചപ്പോൾ കേസിൽ ഈ ജസ്നയുടെ തിരോധാനത്തിൽ തുടരന്വേഷണം ആകാം എന്നും അച്ഛന്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും എഴുതി നൽകിയാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടരന്വേഷണത്തിലേക്ക് പോകാമെന്നും കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി മെയ് 5 ഈ കേസിൽ വിധി പറയാനായി മാറ്റുകയാണ്. 5 തന്നെ അച്ഛൻ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങൾ, അദ്ദേഹത്തിന് അറിയാവുന്ന പുതിയ വസ്തുതകൾ ഉൾപ്പെടെ എഴുതി നൽകണം എന്ന കാര്യമാണ് ഇപ്പോൾ CBIയും ഒപ്പം തന്നെ കോടതിയും അച്ഛന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനന്യ, ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് തയ്യാറെന്ന് CBI. മെയ് 5 കേസിൽ കോടതി വിധി പറയും. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.